ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കടയിൽ പുതിയതായിട്ട് സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ നമുക്ക് ഇനി ഒരു 10-15ഓളം വാഹനം ഇനിയും നമ്മൾ കടയിൽ സ്റ്റോക്ക് കയറാനുണ്ട്. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കിടന്നല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് മാരുതിൻ്റെ എക്സ്പ്രസ് എന്ന വാഹനമാണ്. 2021 മോഡലാണ്. 22 റേസർ ഉണ്ട്. വെറും 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മേജർ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും സെറ്റ് ഫുള്ള് കമ്പനി സർവീസ് വാഹനത്തിന് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണുന്നല്ലോ. ഈ വാഹനം ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ 100% ഫുള്ള് കമ്പനി പെയിൻ്റ് ആണ്. ഒരു ടച്ചപ്പ് കയറാത്ത വാഹനമാണ്. മേജർ സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല. ടയർക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 70-85% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം ഫുള്ള് കമ്പനി സർവീസാണ്. ബാക്കൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ. ഈ വാഹനം നോക്കുമ്പോൾ നല്ല എസ്റ്റീരിനും ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 4.25 ലക്ഷം രൂപയാണ്. കേരളത്തിൽ എപ്പോഴുമാണെങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വാഹനം ഫുള്ള് കമ്പനി സർവീസാണ്. പിന്നെ വന്നിട്ട് 2018 മോഡൽ 19 റേസറുള്ള i20 പെട്രോൾ സ്പോർട്സ്. ഓക്കെ, വണ്ടി നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലാണ്. അതും സിംഗിൾ ഓണർഷിപ്പ്, ഫുള്ള് കമ്പനി സർവീസ്. ഈ വാഹനം നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കാം. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 490 ഫൈനൽ റേറ്റ് ആണ്. ബോഡിയൊക്കെ കൊണ്ടുപോയി നല്ല ക്വാളിറ്റിയിലൊരു ബോഡി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ബോഡി മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഇന്ത്യൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ ഉണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത്. കമ്പനി സർവീസാണ് ഈ വാഹനം. ബാക്ക് ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, ഒരു 70-80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടോ. ഈ സൈഡോട്ടൊക്കെ വരുമ്പോൾ അതേമാതിരിക്കാൻ നല്ലൊരു ക്വാളിറ്റി വാഹനം തന്നെ. ഒരു ഫാമിലിക്കൊക്കെ നല്ലൊരു വാഹനം കേട്ടോ, ഉപയോഗിക്കാനും പറ്റിയ കാര്യങ്ങളൊക്കെ. ഈ വാഹനമൊന്നും മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും. ഓക്കെ, നമുക്കൊന്ന് ഇതിന് എൻജിൻ സൈഡൊക്കെ ഒന്ന് കണ്ടല്ലോ. ഇതിൽ വേണ്ട മേജറായിട്ട് അപ്പുറമോ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടില്ല. എൻജിന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് നമ്മൾ 490 കൊടുക്കും. അത് ഫൈനൽ റേറ്റാണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ 2011 സിംഗിൾ ഓണർഷിപ്പിൽ വെറും 95,000 കിലോമീറ്റർ ഒരു പെട്രോൾ ഷിഫ്റ്റ് ഡിസയർ റിഡ്സ്. വണ്ടി നോക്കുമ്പോൾ നല്ല ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ്. മേജറായിട്ട് സ്ക്രാച്ചോ ബെൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. മേജറായിട്ട് ആക്സിഡൻറ്റും ഇല്ല. ഒരു മെയിൻ ക്ലാസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാത്ത വാഹനമാണ്. ഇന്ത്യൻ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനം നിൽക്കുന്നത്. ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, ടയർ മോശമാണ്. പക്ഷെ ബോഡി നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ബോഡിയാണ് കേട്ടോ. കമ്പനി സീറ്റ് കവർ എങ്ങനെയാണോ കമ്പനി വന്ന സീറ്റ് കവർ അതേമാതിരി തന്നെയാണ്. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ. പിന്നെ ഈ വാഹനത്തിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താണ്. അതാണ് നമ്മൾ മിന്നിച്ച് പോകുന്നത്. ഓക്കെ, പിന്നെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻജിന് മേജറായിട്ട് സ്ക്രാച്ചൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടി തന്നെ മാരുതിൻ്റെ ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനം ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം കേട്ടോ. പിന്നെ ഇത് 2011 മോഡലാണ്. വണ്ടി ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്.
മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബോഡി ഇല്ല. ഡീസൽ വാഹനമാണ്. ടയറൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് ടയറുള്ളൂ. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പേര്. ബോഡി ക്വാളിറ്റി തന്നെ ആക്സിഡൻ്റ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഒഴിവായിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് 2010 മോഡൽ ഡിസയർ റിഡ്സ് പെട്രോൾ തന്നെയാണ്. 75,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം നോക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. മേജറായിട്ട് ആക്സിഡൻ്റ് ഫ്ലഡ് ഒന്നുമില്ല ഈ വാഹനത്തിന്. ഓക്കെ, ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഉള്ളതാണ്. ഇന്ത്യയിലെ കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റിയുള്ള ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നത്. ടയറൊക്കെ വരുമ്പോൾ കണ്ടില്ലേ 65% ബാക്ക് ടയർ നൽകുന്നത്. അതേമാതിരി കമ്പനി സീറ്റ് കവറാണ് വരുന്നത്. എക്സ്ട്രൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ താഴത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത്, അതായിട്ട് നമ്മൾ ബന്ധപ്പെടാം കേട്ടോ. ഈ എല്ലാം വാഹനത്തിൽ ലോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്നത് ഹോണ്ടൻ്റെ വണ്ടിയാണ്. ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ്. നമ്മൾ പേരിൽ നമ്മൾ നമ്പറാക്കിയ വാഹനമാണ്. ഓക്കെ, വണ്ടി നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. 20 കിലോമീറ്റർ മൈലേജും കിട്ടും. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. അതിൻ്റെ ആക്സിഡൻറ്റോ ഫ്ലഡൊന്നും വാഹനത്തിനില്ല. ഇംഗ്ലീഷ് കാണും നല്ല വൃത്തിയിലൊരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 4 ലക്ഷം രൂപയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് 2017 മോഡൽ i20 മിഡിൽ ഓപ്ഷൻ വരുന്നൊരു വാഹനമാണ്. ഇത് നമുക്കൊരു 4.5 ലക്ഷം റുപ്യ കൊടുക്കാം. ഈ വാഹനത്തിനും 65,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും ഈ വാഹനത്തിനില്ല. ഓക്കെ, നോക്കുമ്പോൾ തന്നെ ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഒരു 80% ടയറും കാര്യങ്ങളുണ്ട്. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. ഇന്ത്യൻ്റെ സൈഡോട്ട് നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള വാഹനമാണ്. വൈറ്റ് കളറാണ്. ഈ വാഹനമൊന്നും മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. അതിന് നമ്മൾ ഗ്യാരണ്ടി തരും. ഈ വാഹനമൊക്കെ ഫുൾ കമ്പനി സർവീസിൽ വാഹനമാണ് കേട്ടോ. പിന്നെ 2016 മോഡൽ പെട്രോൾ ഓപ്ഷൻ വരുന്ന ഹോണ്ട സിറ്റിയാണ്. സൺറൂഫ് കാര്യങ്ങൾ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇപ്പം കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ, ഈ വണ്ടിയൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഈ വണ്ടിയൊക്കെ നമുക്കൊരു 5 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ചില വിലയിൽ മാറ്റം വരുത്തി കൊടുക്കാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ബോഡിയൊക്കെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ് കേട്ടോ. ടയറും 4 ഒരു 90% വരുന്ന ടയറാണ്. ഇതേ ടയറുകൾ നോക്കി എറ്റിയോസ് ഡീസൽ 2013. ഓക്കെ, 3.25 രൂപ ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഓക്കെ, മേജറായിട്ട് ആക്സിഡൻറ്റോ ഫ്ലഡ് ഒന്നും ഈ വാഹനത്തില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം തന്നെ. ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല 85% ടയർ കാര്യങ്ങളൊക്കെ. സൈഡ് വരുമ്പോൾ പുതിയ സീറ്റ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. ബോഡിയിൽ നോക്കുമ്പോൾ മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഇട്ടുള്ളത് റിഡ്സ് പെട്രോൾ തന്നെയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങൾ ഈ വാഹനത്തിനില്ല. വണ്ടി നോക്കുമ്പോൾ വൈറ്റ് കളർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ABS എയർ ബാഗ് ഒക്കെ വരുന്നൊരു വാഹനമാണ്. വണ്ടി നോക്കുമ്പോൾ ബോഡി നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനമാണ്. വൈറ്റ് കളറിൽ ഈ വാഹനം ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ് കേട്ടോ.
വാഹനം കണ്ടത് നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബോഡി വെക്കുമ്പോൾ തന്നെ നല്ല കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ടയറും കാര്യങ്ങളും പിന്നെ ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് 2017 ഇയോണ് 52,000 കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. A to Z ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ, ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ 2014 എക്സ്പ്രസോ പെട്രോളാണ്. ഓക്കെ, ഹോണ്ടൻ്റെ വണ്ടി കേട്ടോ. ഇതിനൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ വാഹനങ്ങളൊക്കെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോഡി നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ബോഡി നോക്കുമ്പോൾ മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമില്ല കേട്ടോ. ടയറൊക്കെ വരുമ്പോൾ തന്നെ കണ്ടില്ലേ. ഇയോണിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി തന്നെ വാഹനമാണ്. ഒരു ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. വലിയ വാഹനത്തിൻ്റെ ഫ്ലഡോ കാര്യങ്ങളൊന്നും വാഹനത്തുമല്ല. പിന്നെ വന്നിട്ടുള്ളത് ഓംനി 2011 1,30,000 രൂപയൊക്കെ നമുക്ക് കൊടുക്കാം. 1,30,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നല്ല ബോഡി ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിനുമല്ല. തുരുമ്പോ ഇല്ലാത്തൊരു വാഹനം കേട്ടോ. ബോഡി കണ്ടില്ല, നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനമാണ്. ഇൻഡീൽസുകളൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ, പുതിയ സീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. 11 മോഡലാട്ടോ. പിന്നെ നല്ലൊരു ഷിഫ്റ്റ് ഡീസൽ അപ്പ് എടുക്കുന്നവർക്ക് നല്ലൊരു വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ZX ഉണ്ടോ, എയർ ബാഗ്, AC, എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനമാണ്. ബോഡി നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനമാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വാഗണർ 2015 മോഡൽ ഫുൾ ഓപ്ഷനാണ്. ഓക്കെ, അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനമാണ്. ബോഡി ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. പിന്നെ ഒരു 8 സീറ്റ് വാഹനം, ഒരു ലോ പ്രൈസിലും ഒരു നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ഓക്കെ, മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ നമ്മൾ ഈ ഷോപ്പ് കിടക്കുന്ന ഏതൊരു വാഹനത്തിനും മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ അല്ല വാഹനം നമ്മൾ എടുക്കൂല. അതിന് നമ്മൾ ഗ്യാരണ്ടി തരും നമുക്ക്. വണ്ടിയിലൊക്കെ ബോഡി നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ പുതിയ പുതിയ സ്റ്റോക്കുകൾ ചെയ്ത വാഹനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വില കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ് ഞാൻ വില പറയാത്തത്. ഓക്കെ.